ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 42ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഇത് ഫുൾ സോങ് ആണ്. ഫുൾ സോങ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അനുപല്ലവി അല്ല, അതേ രീതി തന്നെ പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു പാർട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ബാക്കി അതിൻ്റെ ട്യൂൺ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് അങ്ങുവാന കോണിൽ എന്ന് പറയുന്ന പാട്ടാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാട്ടാണ്, ഫേമസ് പാട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങുവാന കോണിൽ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഇതാണ്. നമ്മൾ ഓരോ ലൈൻ അനുസരിച്ച് നൊട്ടേഷൻ പഠിച്ചു പോവുകയാണ്. അപ്പം ആദ്യമേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ ഭാഗം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗത്തിൻ്റെ നോട്ടെന്ന് പറയുന്നത് അപ്പം ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ്. അടുത്ത കഴിഞ്ഞ് എഫ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി. അപ്പം ഡി, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ് ഡി, 4 പ്രാവശ്യം സി, 4 പ്രാവശ്യം സി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ് ഡി, 4 പ്രാവശ്യം സി. അപ്പോൾ അത് വായിക്കേണ്ടത് അങ്ങുവാനക്കോണിൽ, ആ ട്യൂണാണ് വരേണ്ടത്. ഓക്കെ, ആ ഭാഗം അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി ഡി, എ ഷാർപ്പ് സി ഡി, 2 പ്രാവശ്യം എ ഷാർപ്പ് സി ഡി, 2 പ്രാവശ്യം എ ഷാർപ്പ് സി ഡി. അത് കഴിഞ്ഞിട്ട് സി എ ഷാർപ്പ് ജി, സി എ ഷാർപ്പ് ജി, സി എ ഷാർപ്പ് ജി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ് സി ഡി, എ ഷാർപ്പ് സി ഡി, സി എ ഷാർപ്പ് ജി. നമ്മൾ ഡിസ്പ്ലേയിൽ നോട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. അപ്പം അത്രയുമാണ് ആദ്യത്തെ ഭാഗം. ഓക്കെ, വീണ്ടും അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഭാഗം. വീണ്ടും അപ്പം നമ്മൾ ആദ്യത്തെ ആ ഭാഗം കഴിഞ്ഞു. ആദ്യത്തെ ആ ഭാഗം കഴിഞ്ഞ് വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ആമ കുഞ്ഞനോ. ഓക്കെ, അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് വീണ്ടും സെയിം നോട്ട് തന്നെ, ആദ്യത്തിൻ്റെ സെയിം നോട്ട് തന്നെ. ഡി ഷ ഡി, ഡി ഷ എഫ് ഡി ഷ ഡി, 4 പ്രാവശ്യം സി. ഓക്കെ, അതാദ്യത്തെ പോലെ തന്നെ. അടുത്തത് എ ഷാർപ്പ് സി ഡി, ആദ്യത്തെ പോലെ തന്നെ എ ഷാർപ്പ് സി ഡി. ഇവിടെ ഉള്ളൊരു വ്യത്യാസം, അടുത്തതിനൊരു വ്യത്യാസമുണ്ട്. എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി. രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ആദ്യത്തെ എ ഷാർപ്പ് സി ഡി, രണ്ടാമത്തെ വായിക്കുമ്പോൾ എ ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി. വളരെ എളുപ്പമാണ്. ഒന്നുകൂടെ ആ രണ്ടാമത്തെ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഇത് 2 പ്രാവശ്യം വായിക്കുക. അപ്പം അത്ര ഭാഗം ഒന്ന് ഞാൻ ഫുൾ വായിച്ച് കേൾപ്പിക്കാം. ഒന്നും കൂടെ ആ ഭാഗം വായിച്ചെടുക്കുക. ഇനി അടുത്ത നൊട്ടേഷൻ എന്ന് പറയുന്നത്
ഓക്കെ, അപ്പം അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ഡി ഡി ഷാർപ്പ് ഡി 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 ഷാർപ്പ് ഡി 4 പ്രാവശ്യം സി, 4 പ്രാവശ്യം സി, ഡി ഡി ഷാർപ്പ് ഡി 4 പ്രാവശ്യം ഡി. ഓക്കെ, ഡി ഡി ഷാർപ്പ് ഡി 4 പ്രാവശ്യം സി, ഡി ഡി ഷാർപ്പ് ഡി 4 പ്രാവശ്യം സി. ഓക്കെ, അടുത്തത് എഫ് 3 പ്രാവശ്യം, എഫ് 3 പ്രാവശ്യം, എഫ് 3 പ്രാവശ്യം. വീണ്ടും സെയിം തന്നെ ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി സി 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 4 പ്രാവശ്യം സി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യമേ എന്ന് പറയുന്നത് ഡി ഡി ഷാർപ്പ് ഡി സി 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 സി, അതിൻ്റെ എഫ് 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 3 പ്രാവശ്യം എഫ് എഫ്, ഡി ഡി ഷാർപ്പ് ഡി സി 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 സി. ഓക്കെ, സോറി, ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡി ഡി ഷാർപ്പ് ഡി 4 പ്രാവശ്യം സി, അത് കഴിഞ്ഞിട്ട് എഫ് എഫ് എഫ്, അത് കഴിഞ്ഞിട്ട് ഡി ഡി ഷാർപ്പ് ഡി സി സി സി. അപ്പോൾ അത് വായിക്കേണ്ടത് അപ്പം അപ്പം ആദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗം വലിയ വ്യത്യാസമില്ല, നോക്കുക. അത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നോട്ട് എന്ന് പറയുന്നത് ഡി ജി എഫ് ഡി ജി എഫ് ഡി ജി എഫ് 4 പ്രാവശ്യം ഡി ഡി ജി എഫ് 4 പ്രാവശ്യം ഡി. അടുത്തത് 3 പ്രാവശ്യം എഫ്, 3 പ്രാവശ്യം എഫ്, പിന്നെ ഡി ഡി ഷാർപ്പ് ഡി 4 സി, പഴയ പോലെ തന്നെ. ഈ നോട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡി ഡി ജി എഫ് ഡി ജി എഫ് ഡി 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 ഡി, അത് കഴിഞ്ഞിട്ട് എഫ് എഫ് എഫ്, ലാസ്റ്റ് ഡി ഡി ഷാർപ്പ് ഡി 4 സി. ഓക്കെ, അത് വായിക്കേണ്ടത് ഓക്കെ. അപ്പോൾ ഈ 2 ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം അവസാനത്തെ 2 പ്രാവശ്യം വായിക്കണം. രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഡി എക്സ്ട്രാ സി കഴിയുമ്പോൾ ഡി നമ്മൾ ലാസ്റ്റ് കൊടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞിളം വാവേ കഥ കേട്ടു മെല്ലെ മിഴി പൂട്ടി മെല്ലെ ഉറങ്ങ്, ആ ഭാഗമാണ് നമ്മളിനി പാടാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ഡിയും കൂടെ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ സി കഴിയുമ്പോൾ ഡിയും കൂടെ കൊടുക്കുക. അപ്പം കുഞ്ഞിളം വാവയാണ് നമ്മളിനി അടുത്ത നോട്ട് നോക്കാൻ പോകുന്നത്. കുഞ്ഞിളം വാവേ. അപ്പം ആ നോട്ടിൻ്റെ ഒന്ന് വായിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് കുഞ്ഞിളം വാവയും തുടങ്ങുന്ന നോട്ടെന്ന് പറയുന്നത് ഡി ഡി ഷാർപ്പ് സി എ ഷാർപ്പ് സി, ഡി ഡി ഷാർപ്പ് സി എ ഷാർപ്പ് സി, ഡി ഡി ഷാർപ്പ് സി എ ഷാർപ്പ് സി. ഓക്കെ,
കഥ കേട്ടു ഉറങ്ങൂ എന്നുള്ളത് ഡി എഫ് ഡി എഫ് ഡി സി, ഡി എഫ് ഡി എഫ് ഡി സി. വീണ്ടും എ ഷാർപ്പ് സി, ഡി എഫ് ഡി എഫ് സി, എ ഷാർപ്പ് സി, ഡി എഫ് ഡി എഫ് ഡി, ഡി എഫ് ഡി എഫ് സി, എ ഷാർപ്പ് സി. ഓക്കെ, അടുത്തത് വീണ്ടും അത് സെയിം തന്നെ, ഒന്നും കൂടെ അതുപോലെ തന്നെ വായിക്കുക. ഡി എഫ് ഡി എഫ് ഡി സി, എ ഷാർപ്പ് സി. ഓക്കെ, അത് 2 പ്രാവശ്യം വായിക്കുക. ഒന്ന് വായിച്ചേൽപ്പിക്കാം. അടുത്തത് ഡി എഫ് ഡി, അടുത്ത ഡി എഫ് ഡി, ഡി എഫ് ഡി, അടുത്ത ഡി ജി എഫ് ഡി, ഡി ജി എഫ് ഡി. ആദ്യമേ ഡി എഫ് ഡി, ഡി ജി എഫ് ഡി, ഡി ജി എഫ് ഡി, ഡി ജി എഫ് ഡി സി, ഡി ജി എഫ് ഡി സി, എഫ് ഡി സി, പിന്നെ എ ഷാർപ്പ് സി. ഓക്കെ, എ ഷാർപ്പ് സി. വീണ്ടും സെയിം അതുപോലെ തന്നെ വായിക്കുക. വീണ്ടും അതുപോലെ തന്നെ. ഓക്കെ, ഇത്ര ഭാഗം വായിച്ച് ഞാൻ കേൾപ്പിക്കാം. വീണ്ടും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഡി സി, എ ഷാർപ്പ് സി. രണ്ടാമത്തെ സ്റ്റാൻസ വായിച്ച് തീരുമ്പോൾ ലാസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു 3 പ്രാവശ്യം സി, എ ഷാർപ്പ് സി, സി, എ ഷാർപ്പ് സി. ഇതാണ് നോട്ട്. ആ കുഞ്ഞിളം വാവേ തൊട്ടുള്ള ലാസ്റ്റ് ഭാഗത്തിൻ്റെ നോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാട്ട്. ആ ഫുൾ പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് ചിലപ്പോൾ സംശയങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എങ്കിലും ആ പാട്ട് കേട്ട ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മുടെ നോട്ട് ഡിസ്പ്ലേയിൽ കിടക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫുൾ പാട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. നിങ്ങൾ ആ പാട്ട് നന്നായിട്ട് ആ പാട്ട് കേട്ട ശേഷം നമ്മുടെ ഈ ലിറിക്സ് അനുസരിച്ച് ഈ നമ്മൾ തന്നിരിക്കുന്ന രീതിയിൽ നോട്ടുകൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ
ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നമ്മൾ ഈ പാട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, മനസ്സിലാക്കി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിന് സപ്പോർട്ട് നൽകുക. പിന്നെ നിങ്ങൾ നമ്മുടെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.